Welcome to BSc Main Physics. And this is semester 6 BSc Main, the elective paper, electronic instrumentation. And from that paper, we see a small topic which is called astable multivibrator. Astable multivibrator from unit signal generation and analysis. And this is class number 38. അപ്പോൾ ഇത് ബി എസ് സി ഫിസിക്സ് മെയിൻ സെമിസ്റ്റർ 6 ഇലക്റ്റീവ് പേപ്പർ, അതിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ്. പേപ്പറിൻ്റെ പേര് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ. അതിൽ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്നൊരു ടോപ്പിക്കുണ്ട് യൂണിറ്റ് 4-ൽ. അത് ക്ലാസ് നമ്പർ 38 ആയിട്ട് ഇവിടെ പറയുകയാണ്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ മറ്റൊരു പേരാണ് ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ. ഫ്രീ റണ്ണിങ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഹാസ് നോ സ്റ്റേബിൾ സ്റ്റേറ്റ്സ്. ഇത് ഈ മൾട്ടി വൈബ്രേറ്ററെല്ലാം ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ്. അതായത് ഹൈ സ്റ്റേറ്റ് ലോ സ്റ്റേറ്റിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വോൾട്ടേജ് മാറുന്ന, സിഗ്നൽ മാറുന്ന ഡിവൈസുകളാണ്. അപ്പോൾ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈ വോൾട്ടേജിൽ പോയാൽ അവിടെ നിൽക്കണം, ലോ വോൾട്ടേജ് വന്നാൽ അവിടെ നിൽക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. An unstable multivibrator has no stable states. Once the multivibrator is on, it just changes its states on its own after a certain time. അപ്പോൾ തനിയെ ഫ്രീ റണ്ണിങ് ആണ്. ഹൈ സ്റ്റേറ്റ് ലോ സ്റ്റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും, അല്ലാതെ ഒരു സ്റ്റേറ്റിൽ പോയി അത് സ്റ്റോപ്പ് ചെയ്യാറില്ല. Once the multivibrator is on, it changes the states on its own after a certain time period, which is determined by the RC time constants. RC, R into C ആണ് കേട്ടോ, അല്ലാതെ സഫിക്സ് അല്ല. R into C കപ്പാസിറ്റർ റെസിസ്റ്റൻസ് പ്രോഡക്റ്റ് ആണ്. അതിൽ നമ്മൾ ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയും. CR സർക്യൂട്ടിൻ്റെ R into C എന്ന് തിരുത്തി എഴുതുക. A DC power supply or VCC is given to circuit for its operation. അപ്പോൾ എല്ലാ ആംപ്ലിഫയറിലും വേണ്ട പോലെ, എല്ലാ ഓസിലേറ്ററിലും വേണ്ട പോലെ ഇവിടെ ഒരു VCC സപ്ലൈ വേണം. ഇതാണ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ ഡയഗ്രാം. നിങ്ങൾ ഇലക്ട്രോണിക് പേപ്പറിൽ ചിലപ്പോൾ പഠിച്ച് കാണാം. ഈ കാണുന്ന ഡയഗ്രാം 2 ട്രാൻസിസ്റ്റർ, 4 റെസിസ്റ്റേഴ്സ്, പിന്നെ കപ്പാസിറ്റേഴ്സ്, അവയെല്ലാം പിടിപ്പിച്ചിരിക്കുകയാണ്. ഒരു കപ്പാസിറ്റർ ഔട്ട്പുട്ട് കപ്പാസിറ്ററാണ്. ഇതാണ് സർക്യൂട്ട്. സപ്ലൈ സോഴ്സ് VCC മുകളിൽ കൊടുക്കും. അതാണ് കൺസ്ട്രക്ഷൻ. 2 transistors Q1 and Q2 are connected in feedback to one another. The collector of transistor Q1 is connected to the base of transistor Q2 through the capacitor C1 and vice versa. അപ്പോൾ ട്രാൻസിസ്റ്റർ Q1ൻ്റെ കളക്ടർ Q2ൻ്റെ ബേസിലേക്ക് കൊടുക്കും. ഒരു കപ്പാസിറ്റർ ഉണ്ട്, തിരിച്ചും അതുപോലെ. The emitters of both the transistors are connected to the ground. The collector load resistance R1 and R4 and the biasing resistors R2 and R3 are of equal values. The capacitor C1 and C2 are of equal values. അപ്പോൾ resistors equal value ആണ്, കപ്പാസിറ്ററുകളും ഈക്വൽ വാല്യൂ ആണ്. The following figure shows the circuit diagram of a stable multivibrator. ഫോളോയിങ് അല്ല, എബവ് ഫിഗർ നമ്മൾ കണ്ടതാണ്. അത് ഫോളോയിങ് നോട്ടിനകത്ത് വരുന്നതാണ്. എബവ് ഫിഗർ കേട്ടോ, ആ ഫോളോയിങ് പറ്റി എബവ് എന്നാക്കണം നമ്മൾ വരച്ചപ്പെടാം. Operation of a stable multivibrator. Operation of a stable multivibrator. When VCC is applied, the collector current of the transistors increase as the collector current depends upon the base current. In the form IC is beta IB. IC beta IB ആണ്. As no transfer characteristics are alike, one of the 2 transistors say Q1 and Q1 has the collector current increase and thus conducts. അപ്പോൾ 2 ട്രാൻസിസ്റ്റർ ഒരുപോലെയാണ്, 2 റെസിസ്റ്റേഴ്സ് എല്ലാം ഒരുപോലെയാണ്, കപ്പാസിറ്റർ ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഏത് വർക്ക് ചെയ്യും എന്നൊരു സംശയമുണ്ട് നമുക്ക്. ഇപ്പോൾ 2 റണ്ണേഴ്സൊക്കെ ആണെങ്കിൽ വിസിൽ കേൾക്കുമ്പോൾ ആരാണ് ആദ്യം റൺ ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഈ ട്രാൻസിസ്റ്റർ ഏത് വർക്ക് ചെയ്യും, ദാറ്റ് ഡിപ്പെൻസ്. എങ്ങനെ ട്രാൻസിസ്റ്റർ നിർമ്മിച്ചാലും ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സർക്യൂട്ട് ഓൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും ട്രാൻസിസ്റ്റർ, അത് Q1 ആകാം അല്ലെങ്കിൽ Q2 ആകാം, ആദ്യം റൺ ചെയ്യും. ഏത് റൺ ചെയ്യുമെന്ന് പറയുക പ്രയാസമാണ്. ഇത് കളക്ടർ ഓഫ് Q1 is applied to the base of Q2 through C1. This connection lets the increased negative voltage at the collector of Q1 to get applied to the base of Q2 and his collector current decreases. This continuous action makes the collector current
of Q2 to decrease further. The current, when applied to the base of Q1, makes it more negative, and with the cumulative actions, Q1 gets saturated and Q2 to cut off. അപ്പോൾ സാച്ചുറേഷൻ കട്ട് ഓഫ് ആ മോഡലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഹൈ സ്റ്റേറ്റ്, ലോ സ്റ്റേറ്റ്, വീണ്ടും ഹൈ സ്റ്റേറ്റ് എന്ന രീതിയിൽ അതിൻ്റെ സിഗ്നൽ ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കും. Thus, the output voltage Q1 will be VCE saturation and Q2 will be equal to VCC. The voltage of Q2 will be equal to VCC. The capacitance C1 changes. The capacitance C1 changes through R1, and when the voltage across C1 reaches 0.7 volt, this is enough to turn the transistor Q2 to saturation. As this voltage is applied to the base of Q2, it gets into saturation. Saturation, decreasing the collector current. This reduction of voltage at point B is applied to the base of transistor Q1 through C2, which makes the Q1 reverse bias. A series of these actions turn the transistor Q1 to cut off and transistor Q2 to saturation. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ ആകുമ്പോൾ മറ്റേ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ആയിരിക്കും. എന്താണ് സാച്ചുറേഷൻ മീനിങ്, എന്താണ് കട്ട് ഓഫ് മീനിങ്, അതെല്ലാം നിങ്ങൾ ചെറിയ BC പേപ്പറിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. The capacitor C2 charges through R2. The voltage across the capacitor C2 when it gets to 0.7 volt turns the transistor Q1 to saturation. Hence the output voltage and the output waveform formed by the alternate switching of the transistors Q1 and Q2. The time period of this on-off states depends upon the value of biasing resistors and capacitors. അപ്പോൾ കപ്പാസിറ്ററിൻ്റെയും റെസിസ്റ്ററിൻ്റെയും വാല്യൂവിനെ ആശ്രയിച്ചാണ് ഇവിടെ ഈ സ്റ്റേറ്റ് മാറുന്നതിൻ്റെ ആ പീരീഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് on the R into C values. You note R into C values. As both the transistors are operated alternately, the output is a square waveform with the peak amplitude of VCC. Waveforms. The output waveforms of the collectors of Q1 and Q2 are shown in the following figures. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് വേവ് ഫോം. ഒന്നാമത്തത് Q1-ൻ്റെ വോൾട്ടേജ് VC1, രണ്ടാമത്തതിൻ്റെ വോൾട്ടേജ് VC2. അങ്ങനെ ഒന്ന് അപ്പാകുമ്പോൾ മറ്റേ ഡൗൺ ആകും. ആ രീതിയിലാണ് ഈ രണ്ട് ട്രാൻസിസ്റ്ററും അതിൻ്റെ ഔട്ട്പുട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുക, ഏതെങ്കിലും ഔട്ട്പുട്ട് എടുത്താൽ മതി. ഒന്നെങ്കിൽ Q1-ൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ Q2-ൻ്റെ ഔട്ട്പുട്ട്. ഇപ്പോൾ സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യും. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ്. ഇത് on time of transistor Q1 or the off time of transistor Q2 is given by T1 is 0.69, R1 C1. ഇത് നിങ്ങൾ CR ട്രാൻസിയൻറ്റ് സർക്യൂട്ടിൽ പഠിക്കുന്ന റിലേഷനാണ്. Similarly, the off time of transistor Q2 or on time of transistor Q2, നേരത്തെ Q1 ആൻഡ് Q2 ആണ്, അവിടെ ഓൺ ഓഫ് ആണ്, ഇവിടെ ഓഫ് ആൻഡ് ഓൺ ആണ്. ഓഫ് ആൻഡ് ഓൺ ടൈമാണ് പറയുന്നത്. Q1 or on time of Q2 is given by T2 is 0.69 R2 C2. ഇത് നോക്കുക, ട്രാൻസിസ്റ്റർ Q1 Q2 ഓർഡറിൽ പറയുകയാണ്. ആദ്യം ഓൺ ടൈം ഓഫ് ടൈം, രണ്ടാമത്തേൽ ഓഫ് ടൈം ഓൺ ടൈം, രണ്ടും തുല്യമാണ്. സോ ടോട്ടൽ ടൈം പീരീഡ് ഓഫ് സ്ക്വയർ വേവ് ഈസ് T is given by T2. കോൺഫാക്ടർ എടുക്കണം. അപ്പോൾ 0.69 R1 C1 plus R2 C2. R1 R2 തുല്യമാണ്, C1 C2 തുല്യമാകുമ്പോൾ നമുക്കത് കൊടുക്കുമ്പോൾ RC 2RC എന്ന് കിട്ടും. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.38 RC എന്ന് കിട്ടും. അപ്പോൾ ഫ്രീക്വൻസി പീരിയഡ് റെസിപ്രോക്കലാണ്, 1/T ആണ്, 1/1.38 RC, ദാറ്റ് ഇസ് 0.7 RC. അതാണ് ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഫ്രീക്വൻസി റിലേഷൻ. അഡ്വാൻറ്റേജസ്, ഇതിൻ്റെ മേന്മകൾ എന്തൊക്കെ? അഡ്വാൻറ്റേജസ്,
The advantages of using an stable multivibrator are following. No external triggering required. ബാഹ്യമായിട്ട് ഒരു ട്രിഗറിങ്ങിൻ്റെ ആവശ്യമില്ല, ഒരു ഓൺ സർക്യൂട്ടിൻ്റെ ആവശ്യമില്ല. സർക്യൂട്ട് ഡിസൈൻ ഇസ് സിമ്പിൾ, ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ്, ക്യാൻ ഫങ്ഷൻ കണ്ടിന്യൂസ്ലി, തുടർച്ചയായിട്ട് വർക്ക് ചെയ്യും. ഇത് ഫ്രീ റണ്ണിങ് ആണ്, ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഡിസഡ്വാൻറ്റേജസ്. The drawbacks of using a stable multivibrator are the following. Energy absorption is more within the circuit. Output signal is of low energy. Duty cycle less than or equal to 50% can be achieved. Duty cycle 50 duty cycle less than or equal to 50% cannot be achieved. In applications, astable multivibrators are used in many applications such as amateur radio equipment, Morse code generators, timer circuits, analog circuits and TV systems. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. എസ് എ വിത്ത് എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ astable multivibrator. Number 2, draw the circuit diagram of a stable multivibrator. Give the advantages and disadvantages of a stable multivibrator. Write a few applications of a stable multivibrator. These are the questions you study. The first question is essay type. That is solved with your 38th class. We continue our topic. Thank you very much.